അയ്യോ കുടുങ്ങിപ്പോയല്ലേ. അയ്യോടാ. കൃഷി സ്നേഹികളായ എല്ലാ മലയാളികൾക്കും എൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക് സ്വാഗതം. നമ്മൾ റംബൂട്ടാൻ്റെ വളയടിയിലൊക്കെ തുടങ്ങി. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുമ്മായിട്ടെ, അത് കഴിഞ്ഞിപ്പം ഇന്നലെ പ്രൂണിങ് ചെയ്ത് ഇത് സന്ധ്യയായി. ഇത് ലാസ്റ്റ് ഈ മരമായിരുന്നു. ഇതിൻ്റെ ഇച്ചിരി ഭാഗങ്ങളൊന്നും ചെയ്യാനുണ്ട്. പിന്നെ ഒരെണ്ണം ചെയ്ത് ഇതാണ്. ഇതും സോഫ്റ്റ് പ്രൂണിങ് തന്നെ ചെയ്ത്. ഇനി നമുക്ക് ഇത്തവണ മരം മുഴുവനും കായ്ച്ച ആ മരമില്ലേ, നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചേ, ആ മരമാണ്. ഇതിനിപ്പം കുമ്മായിട്ട് വെച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വളം ചെയ്ത് ഇതും വേണമെന്ന് പ്രൂൺ ചെയ്യാം. പക്ഷേ ഇത് ഹാർഡ് പ്രൂണിങ് ചെയ്യേണ്ട വരും. കാരണം ഇതിൻ്റെ കൊമ്പുകൾ കണ്ടോ, ഭയങ്കര നീളത്തിലാണ് പോയിരിക്കുന്നത്. അടുത്ത വർഷം നമുക്ക് ഇതൊന്ന് വലയിടണ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് ഞാൻ ഹാർഡ് പ്രൂണിങ് ചെയ്യും. കായ്ക്കുമോ എന്നറിയത്തില്ല അടുത്ത സീസൺ. ഹാർഡ് പ്രൂണിങ് ചെയ്താൽ ഒരു സീസൺ മിസ്സാവും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സീസണിലെ പിന്നെ കായ്ക്കത്തുള്ളൂ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇതെല്ലാം ഒരു പരീക്ഷണമാണല്ലോ. മഴക്കാലം മാറി ഉടനെ തന്നെ നമ്മൾ വളം ഇടാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ ആ 2 ദിവസം ഭയങ്കര കാറ്റായിരുന്നു. ഞാനിവിടെ ഒന്ന് കുമ്മായിടുന്ന സമയത്ത് കുമ്മായിടാൻ പോലും പറ്റാത്ത രീതിയിൽ കാറ്റായിരുന്നു. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഞാനെനിക്ക് പേടിയാ. ഞാൻ എപ്പോഴും ഇടിക്കാൻ ചെല്ലും. ഏലി ശോശ ഒരു മൈൻഡും ഇല്ല. കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഇച്ചിരി കുരുത്തക്കേട് കാണിച്ചു. അപ്പുറത്തെ പറമ്പിൽ പോയി. അടി 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 ബാ. കുരുത്തക്കേട് കാണിക്കാൻ പോരുത്. ഇങ്ങനെ കൊച്ചുമായിട്ട് ഇച്ചിരി കുസൃതി കൂടില്ല കേട്ടോ. തമാശക്കായിരിക്കും, പക്ഷേ കൊച്ചും പേടിക്കും നമ്മളും പേടിക്കും. അതെ കേട്ടോ. മരത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ക്യാമറമാൻ ഷൂട്ട് ചെയ്തോ. അപ്പോൾ നമുക്കിനി കുമ്മായിടാം അല്ലേ? ഇതെല്ലാം വൃത്തിയായി. ഇപ്പോൾ കുമ്മായിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വളമിടും.
ഇങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു കാറ്റ്? ഭീകരമല്ലായിരുന്നോ? നമുക്കിവിടെ നിൽക്കാനേ പറ്റുന്നില്ലായിരുന്നു. നമുക്കിന്ന് ഇതൊന്ന് പ്രൂൺ ചെയ്യാം. ആദ്യമേ സോഫ്റ്റ് പ്രൂണിങ് ചെയ്യാം, എന്നിട്ട് മുകളിലത്തെ കമ്പുകൾ എനിക്കൊന്ന് ഹാർഡ് പ്രൂൺ ചെയ്താൽ ഒന്ന് പൊക്കം കുറയ്ക്കേണ്ടി വരും. വളമൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പ്രൂണിങ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വളമിടാം. ശോശ നോ, ഒരു മാറാതെ ഇനി പണി നടക്കത്തില്ല. എന്നാ ചെയ്യും? പിന്നെ മണ്ടയിലൊക്കെ കയറണം. ക്യാമറ താഴെ വെച്ചിട്ട് പോയി കഴിഞ്ഞാലേ ചിലപ്പം പണി കിട്ടും. ചില നേരം വെയിറ്റ് ചെയ്യാം. ചെറുതാണ് നക്കി കൊടുക്കുന്നത്. സ്നേഹിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ അല്ല, നക്കി സ്നേഹിക്കാന്ന് പറയുന്നത്. എന്താ സ്നേഹം! ഇനി ഇച്ചിരി കുസൃതിയായിട്ടുണ്ട് രണ്ടുപേരും. എല്ലാവർക്കും ഇടിക്കുന്നുണ്ട് ഇപ്പം. എന്താ ഇടിച്ചിടിച്ചാണ് നടക്കുന്നത് ഇപ്പം. പിള്ളേരൊക്കെ എടുത്തിട്ട് ഓടിക്കുക ചെറുത്. കുസൃതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുസൃതിയാണ് രണ്ടും ഇപ്പം. റംബൂട്ടാൻ ഇങ്ങനെ വൈറ്റ് വാങ്ങിയ ഒരെണ്ണം ഞാൻ എൻ്റെ മണ്ട കയറിയേ ആ കൊമ്പെല്ലാം വെട്ടിയപ്പോഴത്തേന് കിട്ടിയതാ. നിനക്ക് ഭയങ്കര വൈറ്റ് വാങ്ങിയടാ. പൊടിച്ചു നോക്കി. കൈ കൊണ്ട് വായ കൊണ്ട് ഒരിക്കലും വായ കൊണ്ട് പൊട്ടിക്കുക കേട്ടോ. പകുതി അപ്പയ്ക്കാണേ.
ഓ ഭയങ്കര മധുരം അല്ലേ? ഇത്രയും ഇതുണ്ട്, ഒരെണ്ണം കാണാനില്ല. അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ ഒരെണ്ണം. ആ നേരം കൊണ്ട് രണ്ടും കൂടെ അപ്പുറത്തെ പറമ്പിൽ പോയി. അതുകൊണ്ടിപ്പം ഇവിടെ കെട്ടിയിട്ട് തൽക്കാലം ഇവിടെയും അതിനെ അവിടെ. അതിനെ അപ്പം കിട്ടുന്നുണ്ടോ? അയ്യോ കുടുങ്ങിപ്പോയല്ലേ. അയ്യോടാ താഴെ മാറുന്ന താഴെ നിന്ന് മാറുന്നതാണ്. അതിന് ഒരു ഉപകാരം ചെയ്യാം. ഈ ഇലകളെല്ലാം പെറുക്കി ഈ അരി കൂടെ ഇങ്ങനെ വട്ടത്തിടാവും, നടുക്ക് കിടക്കുന്നതെല്ലാം. അപ്പോഴേക്ക് ആ സൈഡിലൂടെ ചെയ്യാനുണ്ട്. എല്ലാം ഈ പുറത്തിടണം, ഈ മണ്ണിൻ്റെ പുറത്തിടണം. അവിടെ നമുക്ക് വളമിടാനുണ്ട്. വളമിട്ട് കഴിഞ്ഞ് മൂടാൻ വേണ്ടി, പുതയിടാൻ വേണ്ടി ഇതെടുക്കാം. ഇത് വളമിട്ട് കഴിഞ്ഞിട്ട് അതിനെ പുറത്തിടണം. പുതയിടുക എന്ന് പറയും. എന്നാ പുത. വരുന്നുണ്ട് അടുത്ത ആൾ. എന്താ എന്താ? പരീക്ഷയല്ലേ, പോയി പഠിക്കാനായില്ലേ? ഇടയ്ക്ക് ബ്രേക്ക് ഇതുപോലെയൊക്കെ എടുത്താൽ മതി. എടാ ഇലയുടെ എടുക്കാം. അവിടെ ഈ അരി കൂടെ ഈ പുറത്തിടണേ, മണ്ണിന് പുറത്തേക്ക് ഇടാം. പെട്ടെന്ന് കുറേ പണിയുണ്ട് നമുക്ക്. ഇന്ന് മടിച്ച് മീയാനെയാണല്ലോ. സാറിന് ആൻമിയാണ് മടിച്ച്, ആൻമിയ ഭയങ്കര ഉഷാറാ. മരം കയറിയെന്ന്. ഓക്കെ, കുറച്ച് നേരം അവിടെ ഇരുന്നു. അതേ ഒടിഞ്ഞു പോവും. അത് കുഴപ്പമില്ല. അതിൻ്റെ പുറകിലത്തെ കമ്പ് നീ ഇരിക്കാൻ നോക്കിയാൽ കമ്പ്, കാല് ചവിട്ടിയിരിക്കുന്ന കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അതാണ്. പഠിച്ചതിൻ്റെ ക്ഷീണം മാറ്റുന്നതാണോ? പഠിച്ചത് നമ്മുടെ റംബൂട്ടാൻ്റെ ബാഡ്ജ് കിടക്കുന്നത് N18 ഹോം ഗ്രൗൺ. പണ്ട് തൊട്ടേ എല്ലാത്തിൻ്റെയും അവിടെ തന്നെ ആ ബാഡ്ജ് ഞാൻ ഇടുമായിരുന്നേ. കുറേ എണ്ണം പോയി. ഇതിൻ്റെ ഇവിടെ കിടപ്പുണ്ട്. ചാണകം എടുത്തേക്ക്. അത് അപ്പുകൂടെ എടുക്കും. അപ്പുകൂടെ തന്നെ ചാണകമൊന്നും ഒരു പ്രശ്നമല്ല. ചാണകമൊക്കെ കൈ കൊണ്ട് എടുക്കുന്നത്. എന്നിട്ട് ആ കലക്കിക്കൊണ്ട് ചെടിക്കൊക്കെ ഒഴിക്കും. ഇത്രേ ഉള്ള കാര്യം. അപ്പം മരത്തേക്കറി ഞാൻ വലുതൊരെണ്ണം ആ മുകളിലത്തെ ആ വശം തീർക്കാനുണ്ട്. പക്ഷെ അവിടെ നിന്നാൽ കിട്ടത്തില്ല. ചായച്ച് ചെയ്യാം. ശരിയാ. ഗുഡ്, താങ്ക് യു. ഇല്ല ഇല്ല ഇല്ല. സൈക്കിളിന് അകത്തോട്ട് കയറല്ലേ? ഞാനാ
സൈക്കിളും കൊണ്ട് അകത്തോട്ട് കയറല്ലേ. ഈ കൃഷി ചെയ്യുമ്പോൾ പല കാരണങ്ങളും കൊണ്ടാണ് ഈ വളകടിയിൽ താമസിക്കുന്നത്. ഒന്ന് വളം നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടാക്കണം, ചാണകപ്പൊടി കിട്ടത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു മാസം വെയിറ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഓരോ ആഴ്ചയും മാറിപ്പോകും. ഇത്തവണ ഞാൻ ഈ ആപ്ടെക്കിൻ്റെ സൂപ്പർ മീൽ മേടിച്ചു. ഇങ്ങോട്ട് കാണിച്ചേ. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അധികം ഇടണമെന്ന് തോന്നുന്നില്ല. അത് അതിലും കുറച്ചിട്ട് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ കമ്പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും ആയിട്ട് ചാണകപ്പൊടിയൊക്കെ കൂട്ടി അത് കുറച്ചുകൂടെ കൊടുക്കാം. അങ്ങനെ വളടിയിൽ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സൂപ്പർ മീലാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോൾ നമുക്ക് ചാണകപ്പൊടി കൊടുക്കാം. വെയിലില്ലാത്തതുകൊണ്ട് ചാണകപ്പൊടി ഉണങ്ങി കിട്ടുന്നില്ല. പിന്നെ കമ്പോസ്റ്റ് ഇട്ടിട്ടുമുണ്ട്. ഇപ്പം കമ്പോസ്റ്റ് വേണമെങ്കിൽ 2 മാസം കൂടെ എടുക്കും. അപ്പോൾ 2 മാസം കഴിയുമ്പോൾ നമുക്ക് ആ സാധനങ്ങൾ കൊടുക്കാം. ഇപ്പം ഇനി നമുക്ക് ഇതങ്ങ് മൂടി പുതയിട്ട് എടുക്കാം. വേറെ ഒരു കാര്യമാണ്, ഞാൻ ഹാർട്ട് പ്രൂണിങ് തൊണ്ടയ്ക്ക് വേദനയാണ്. ഹാർഡ് പ്രൂണിങ് ചെയ്തില്ല, സോഫ്റ്റ് പ്രൂണിങ് തന്നെയാണ് ചെയ്തത്. നല്ല ഭംഗിയായിട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഈ ഒരു വശം മാത്രം ഇച്ചിരി പൊക്കം കൂടുതൽ, അതൊരു ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് വിടാൻ കഴിഞ്ഞാൽ നല്ല റൗണ്ടിനായി കിട്ടുമേ, ഷേപ്പ് കിട്ടും. നമ്മളിത് ചെയ്യുമ്പോൾ ഒരു ഷേപ്പ് കൂടെ ആക്കിയെടുക്കണം. അപ്പം അടുത്ത തളിരൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല കുട പോലെ നിൽക്കും. പിന്നെ വലയിടാനും എളുപ്പമാണ്. ഇത് ഇച്ചിരി പൊക്കം കൂടുതല, പക്ഷേ സോഫ്റ്റ് പ്രൂണിങ് ചെയ്തുകൊണ്ട് പൊക്കം അധികം കുറയ്ക്കാൻ പറ്റിയില്ല. എന്തായാലും നോക്കാം. നമുക്ക് അടുത്ത പ്രാവശ്യം വലയിടുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് ഹാർഡ് പ്രൂണിങ് ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ച് പച്ചച്ചാണകം ഇട്ടിട്ടുണ്ടേ. അത് നല്ലതാണോന്നറിയില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. നമ്മളെ മണ്ണ് കൂട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് മാറ്റി തന്നെ മണ്ണെടുത്തേ. ഞാൻ വേരൊന്നും പൊട്ടണ്ടല്ലോ. ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് മണ്ണെടുത്ത് കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് നിരത്തിയാൽ മതി. എല്ലാ സൈഡിലും അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ആ കൂട്ടിയ മണ്ണെല്ലാം അങ്ങോട്ട് നിരത്തിയിടാം. വേര് ഇത്രയും മാറിയതായാലും വേര് കാണത്തില്ല. അപ്പോൾ ആ പ്രശ്നവും പരിഹരിക്കുക. കഴിഞ്ഞ വർഷം ഒരു വളവും കൊടുക്കാതെ നമുക്ക് ഇത്രയും കായ്കൾ തന്നെ. അവന് നമുക്ക് ഇത്തവണ കാര്യമായിട്ടൊന്ന് വളം ചെയ്യണ്ടേ. വളം ചെയ്യുമ്പം നോവാതെയും ചെയ്യാം, വേരൊന്നും ഒട്ടും പൊട്ടാതെ തന്നെ. ഞാൻ മുമ്പേ എടുത്തപ്പോൾ വളരെ സൂക്ഷിച്ചെടുത്തത്. മേൽമണ്ണ് തരിക്കി എടുത്തിട്ടേ ഉള്ളൂ. ഇവിടെ ഒന്നും വേരില്ല. ഇതിൻ്റെ വേര് കാണാം. ഇതിപ്പം പ്ലാവിൻ്റെയാണെന്ന് തോന്നുന്നു. ഈ റംബുട്ടാൻ്റെ വേരുകൾ ഇവിടെ കണ്ടില്ല. ഗുണം കൂടിയുണ്ടേ. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, നല്ല മഴക്കാറാണ്. മഴ പെയ്താലും ഇത് കണ്ടോ, ഇതിലെ വെള്ളം കണ്ടോ, വീഡിയോയിൽ എത്ര കാണാമെന്ന് അറിയില്ല. ഇതൊരു ചാലായിട്ട് കിടന്നോളും. ഇതിങ്ങനെ അങ്ങോട്ട് വെള്ളം ഒഴുകി പൊക്കോളും. നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് വളം പോവുകയില്ല. കണ്ടോ, കുത്തൊഴുക്ക് ഇവിടുന്ന് ചെരുവെള്ളമുണ്ടേ, ചിലപ്പോൾ കുത്തി ഒഴുകി വരും. അപ്പോൾ ഈ വെള്ളം ഈ ചാലിൽ കൂടി അങ്ങ് പൊക്കോളും. ഇതിൻ്റെ അകത്തെ വെള്ളം ഇവിടെ തന്നെ താഴുമല്ലോ, വളം ഒഴുകി പോകത്തുമില്ല. നമുക്ക് അങ്ങനെ ഒരു സൗകര്യം കിട്ടി. ചില മെനക്കേടാ, ചില വട്ടത്തിൽ എടുക്കണമെന്നുള്ളതേ ഉള്ളൂ. സമയം കുറേ പോകും.
എന്നാ പരിപാടി? പിക്നിക്ക്. ഗൈസ്, മഴ വരുന്നു. അപ്പം നമുക്കിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ കൃഷി രീതികളൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓരോ രീതികളാണ്, ഓരോ വർഷം ഓരോ പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ മാതൃകയാക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല. നമ്മുടെ ഈ കൃഷിത്തോട്ടത്തിലെ കൃഷി രീതികൾ, ഓരോ വർഷവും ചെയ്യുന്ന കൃഷി രീതികൾ റെക്കോർഡ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ ചെറിയ രീതികൾ, അതിപ്പോൾ ആ വെള്ളം പോകാൻ വേണ്ടി പുറയിൽ ഒരു ചാല് പോലെ ആക്കി. അപ്പം ഇടുന്ന വളം ഇപ്പം മഴ പെയ്യുന്നുണ്ട്, നല്ല മഴ പെയ്താലും ഒഴുകിപ്പോകരുത്, അത്രേ ഉള്ളൂ. ചെറിയ ചെറിയ ടിപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം, അടുത്ത വിശേഷങ്ങളുമായിട്ട്. ഓക്കെ.